വിശ്വസിക്കുന്നുണ്ട് അക്കാര്യത്തിൽ? എന്തുകൊണ്ട് അത് അങ്ങനെ സംഭവിക്കുന്നു? സത്യത്തിൽ ഞാൻ ഈ കേസിൽ ഇത്തരമൊരു അന്വേഷണത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത് ആ കേസ് പഠിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ഇപ്പോൾ സനീഷ് ഇപ്പോൾ പറഞ്ഞ തരത്തിലുള്ള ഈ സാഹചര്യങ്ങൾ, മദനിക്കെതിരായി ഇപ്പോൾ നിലവിൽ മദനിയെ സംശയകരമായ സാഹചര്യത്തിൽ, അതായത് പിന്നെ തടിയൻ്റെ അവിടെ നസീർ തുടങ്ങിയ ആളുകളുടെ കൂടെ ബാംഗ്ലൂർ സ്ഫോടനം നടത്തുന്നതായി, ഗൂഢാലോചന നടത്തുന്നതായി കണ്ടു എന്ന സാക്ഷികൾ, അത്തരത്തിലുള്ള 6 സാക്ഷികളാണ് ഉണ്ടായിരുന്നത് ഈ കേസിൽ. ഞാനൊരു പക്ഷേ കുടകിലുള്ള സാക്ഷികളെ തേടി പോകുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്ന 3 സാക്ഷികൾ തങ്ങളുടേത് വ്യാജമായ സാക്ഷിമൊഴി കർണാടക പോലീസ് വ്യാജമായി രേഖപ്പെടുത്തിയതാണ് എന്ന് നേരത്തെ തന്നെ വെളിപ്പെടുത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ കേസിൽ. ഇവിടെ എറണാകുളത്ത് മദനി വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിൻ്റെ ഉടമസ്ഥനായിരുന്ന ആലുവ സ്വദേശിയായ ജോസിൻ്റേതായി കർണാടക പോലീസ് രേഖപ്പെടുത്തിയിരുന്ന മൊഴി, അതായത് വാടക പിരിക്കാനായി വീട്ടിൽ ചെന്നപ്പോൾ അവിടെ മദനി തടിയൻ്റെ അവിടെ നസീറുമായി ഗൂഢാലോചന നടത്തുന്നത് കണ്ടു എന്നും കൂടുതൽ ശ്രദ്ധിച്ചപ്പോൾ അവർ ബോംബ് എന്നും സ്ഫോടനം എന്നും ഒക്കെ പറയുന്നത് കേട്ടു എന്നുമാണ് ജോസിൻ്റേതായി കർണാടക പോലീസ് എഴുതി തയ്യാറാക്കിയിരുന്ന മൊഴി. ഇത് തെറ്റാണ് എന്നും താൻ അങ്ങനെ ഒരു മൊഴി കൊടുത്തിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ജോസ് കോടതി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു മൊഴി മജീദ് എന്നു പേരുള്ള ഒരു PDP പ്രവർത്തകൻ്റേതാണ്. അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തിയതായി പറയുന്ന ദിവസം അദ്ദേഹം മരണാസന്നനായി എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ കിടക്കുകയാണ്. ഈ മൊഴി രേഖപ്പെടുത്തിയതായി പോലീസ് റെക്കോർഡിലുള്ള ദിവസം കഴിഞ്ഞ് 4-ാം ദിവസം അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മരണാസന്നനായ ഒരാൾ എങ്ങനെയാണ് ഇങ്ങനെയൊരു മൊഴി കൊടുക്കുക എന്ന സംശയം. മറ്റൊരു സാക്ഷി എന്ന് പറയുന്ന അബ്ദുൽ നാസർ മദനിയുടെ സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ മൊഴിയായി രേഖപ്പെടുത്തിയിട്ടുള്ളത് അൻവാർശ്ശേരിയിലെ വീട്ടിൽ ഈ തടിയൻ്റെ അവിടെ നസീറുമായി മദനി ചർച്ച നടത്തുന്നത് കണ്ടു എന്നാണ്. അങ്ങനെ ഒരു മൊഴി താൻ കൊടുത്തിട്ടില്ല എന്ന് ആരോപിച്ചുകൊണ്ട് മദനിയുടെ സഹോദരൻ കൊല്ലം ജില്ലാ കോടതിയിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട്. ഇത്രയും റെക്കോർഡിക്കലായിട്ടുള്ള തെളിവുകൾ ഈ കേസിൽ നേരത്തെ തന്നെ നിലവിലുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ ഈ ജോസുമായുള്ള അഭിമുഖം ഞാൻ തന്നെ നടത്തിയിട്ടുണ്ട്, തെഹൽക്കയിൽ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇങ്ങനെയാണെങ്കിൽ കുടകിലുള്ള മറ്റു 3 സാക്ഷികളും വ്യാജ സാക്ഷികളാകാനേ സാധ്യതയുള്ളൂ എന്ന നിഗമനത്തിൽ ഞാൻ കുടകിലേക്ക് ഈ സാക്ഷികളെ തേടി പോകുന്നത്. ആ 3 സാക്ഷികളിൽ 2 സാക്ഷികൾ അവർ മദനിയെ കണ്ടിട്ടില്ല എന്ന് എന്നോട് പറയുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ സഹിതം അത് പുറത്തു വന്നതാണ്. പിന്നെ ഈ മദനിക്കെതിരായ തെളിവുകൾ എത്രത്തോളം ദുർബലമാണെന്ന് രമേശ് തന്നെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. തടിയൻ്റെ അവിടെ നസീർ ഫോൺ ചെയ്തു എന്നത്, തടിയൻ്റെ അവിടെ നസീറിന് വേണമെങ്കിൽ രമേശിനെയും വിളിക്കാം, എന്നെയും വിളിക്കാം, സനീഷിനെയും വിളിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം, ഒരാൾ മറ്റൊരാളെ ഫോൺ ചെയ്തു എന്നതിൻ്റെ തെളിവ് ഇത്തരം ഒരു അന്യായമായ വിചാരണ കാലയളവിൽ ഒരാളെ തടവുകാരനായി തടവിലിടാനുള്ള ഡ്രാക്കോണിയൻ നിയമങ്ങൾ ചുമത്തി ഒരാളെ തടവിലിടാനുള്ള കാരണമായി സ്റ്റേറ്റ് മുന്നോട്ട് വെക്കുന്നതിനെ രമേശ് അടക്കം എതിർക്കുകയാണ് വേണ്ടത് എന്നാണ് ഞാൻ പറയുക. അങ്ങനെയല്ലേ ചെയ്യേണ്ടത് ശ്രീ MT രമേശ്? മദനിക്കെതിരെയുള്ള തെളിവുകൾ ഗൂഢാലോചനയ്ക്ക് ശേഷമുണ്ടായതാണ് എന്ന MA ബേബിയുടെ അഭിപ്രായം അതങ്ങനെ പൂർണ്ണമായും അദ്ദേഹം അതിൽ ഊന്നി നിൽക്കുന്നില്ല. പക്ഷേ അദ്വാനിക്കെതിരെ വധശ്രമം നടത്തി ആരോപിച്ച അബ്ദുൽ നാസർ മദനി ആ കേസിൽ 9 വർഷത്തിന് ശേഷം കുറ്റവാളിയല്ലാതെ അല്ലെങ്കിൽ കുറ്റം ചെയ്തുവെന്ന് തെളിവില്ലാതെ പുറത്തിറങ്ങി വരുന്നതിനുണ്ടായ രോഷം കൊണ്ടാണ് നിങ്ങൾ എല്ലാ കാലത്തും അബ്ദുൽ നാസർ മദനിയെ എതിർക്കുന്നത്. അത് ഒരു രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അതിൽ നിന്ന് പിന്നോട്ട് പോയി പിന്തുണക്കണം മദനിയെ, ഈ ഘട്ടത്തിലെങ്കിലും അത് അദ്ദേഹത്തിന് ആവശ്യമുണ്ട് എന്ന നിലപാടിലേക്ക് എത്താത്തത് എന്താണ് BJP? ശ്രീ MT രമേശ്. ശ്രീ രമേശ്, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ എന്തുകൊണ്ടാണ് BJP ഈ ഘട്ടത്തിൽ ഇത്രമേൽ പൊതുസമൂഹം അബ്ദുൽ നാസർ മദനി നീതി നിഷേധം അനുഭവിക്കുന്നു എന്ന കാര്യം പുറത്തേക്ക് വന്നിട്ടും BJP അതിനെ പിന്തുണക്കാത്തത്? മുഴുവിപ്പിക്കാൻ അവസരം തരണം. അതായത് കോയമ്പത്തൂർ കേസിൽ മദനിയെ പ്രതിയാക്കിയത് BJPയുടെ ഏതെങ്കിലും അന്വേഷണ ഏജൻസി അല്ലല്ലോ. തമിഴ്നാട് BJP അല്ലല്ലോ ഭരിക്കുന്നത്. അദ്വാനിജി പങ്കെടുത്ത ഒരു പൊതുയോഗത്തിൽ ബോംബ് സ്ഫോടനം ഉണ്ടായി എന്നുള്ള ഒരു സംഭവം മാറ്റി നിർത്തി കഴിഞ്ഞാൽ കോയമ്പത്തൂർ ബോംബ് സ്ഫോടനത്തിന്റെ അന്വേഷണത്തിലോ കേസിലോ ഒരു ഘട്ടത്തിലും BJP ഇടപെട്ടിട്ടില്ല. അത് അന്വേഷിച്ച ഏജൻസിയാണ്, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ് മദനിക്ക് പങ്കുള്ളതായി പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ മദനിയെ പിടിച്ചുകൊടുത്തത് അന്നത്തെ നായനാർ ഗവൺമെന്റാണ് കേരളത്തിൽ. അതിലൊന്നും BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു റോളും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ആരെല്ലാം എന്തെല്ലാം നിഷേധിച്ചാലും കോയമ്പത്തൂർ കേസിൽ
അവിടുത്തെ തമിഴ്നാട്ടിലെ ഗവൺമെന്റ് മാറി വന്നപ്പോൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അത് എല്ലാവർക്കും ബോധ്യമായിട്ടുള്ള കാര്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ മദനിക്ക് അവിടെ കേസിൽ ഇളവുകൾ കിട്ടിയിട്ടുണ്ടാകാം. അത് ഏതായാലും ഗവൺമെന്റ് സാധാരണ കോയമ്പത്തൂർ കേസ് പോലെയുള്ള സുപ്രധാനമായ ഒരു കേസിന്റെ വിധി വന്നിട്ട് എന്തുകൊണ്ട് തമിഴ്നാട് ഗവൺമെന്റ് മേൽക്കോടതിയിലേക്ക് അപ്പീൽ പോകാൻ തയ്യാറായില്ല എന്നുള്ളതൊക്കെ ദുരൂഹമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ആ കഴിഞ്ഞുപോയൊരു കേസിനെ കുറിച്ച് പറയുന്നില്ല. ഇനി ബാംഗ്ലൂർ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ടെലിഫോൺ സംഭാഷണം തെളിവായി സ്വീകരിക്കാൻ വേണ്ടി പാടില്ല എന്നൊക്കെയാണ് ഷാഹിന പറയുന്നത്. കേരളത്തിലെ ജയിലുകളിൽ എത്ര പേർ അങ്ങനെ ടെലിഫോൺ സംഭാഷണത്തിന് പേര് കിടക്കുന്നുണ്ട്? ഷാഹിനയുടെ നേരെ കൺമുമ്പിലുള്ള കേസുകൾ ഇപ്പൊ ഏറ്റവും റിലവന്റ് ആയിട്ടുള്ള വളരെ പ്രമാദമാർന്ന കേസുകൾ പോലും നിങ്ങൾ എടുത്തു നോക്ക്. പലരും പ്രതിക്കൂട്ടി നിൽക്കുന്നത്, പലരും ജയിൽ കിടക്കുന്നത് ടെലിഫോൺ സംഭാഷണം തെളിവായി സ്വീകരിച്ചുകൊണ്ടാണ്. അത് എനിക്കും ഷാഹിനയ്ക്കും മാറ്റാൻ സാധിക്കില്ല. അത് നമ്മുടെ രാജ്യത്തിലെ നീതിന്യായ സംവിധാനമാണ്, നിയമ സംവിധാനമാണ്. ആ നിയമ സംവിധാനം ഉള്ളിടത്തോളം കാലം അതൊന്നും മാറ്റാൻ വേണ്ടി സാധിക്കില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം, ബഹുമാനപ്പെട്ട ശ്രീ MA ബേബി ഇവിടെ BJPക്ക് പകയുണ്ട് എന്ന് പറയുന്നു. ഞങ്ങൾക്ക് പ്രതികാര മനോഭാവമാണ്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അബ്ദുൽ നാസർ മദനിയുടെ ഭാര്യ എന്തിനാണ് നിങ്ങളുടെ ഗവൺമെന്റിന്റെ സമയത്ത് അറസ്റ്റ് ചെയ്തത്? സൂഫിയ മദനിയോട് CPM-ന് പ്രതികാര മനോഭാവം ഉണ്ടായിട്ടാണോ? തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലേ? അതെന്താണ്? തടിയന്നവിടെ നസീർ സൂഫിയ മദനിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി എന്നുള്ളതാണ് അവിടെയും തെളിവ്. ആ തെളിവിന്റെ അടിസ്ഥാനത്തിലാണല്ലോ സൂഫിയ മദനി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായത്. അപ്പൊ ഈ പ്രതികാര മനോഭാവം ആരും പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ ഞങ്ങൾ ബോധപൂർവമായിട്ടുള്ള ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. പിന്നെ അബ്ദുൽ നാസർ മദനി വളരെ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണെന്നൊക്കെ ഇവിടെ പറയുന്നത് കേട്ടു. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പൂന്തറ സിറാജിന്റെ കമ്പനിയോട് ഞാൻ പറയുന്നില്ല. അദ്ദേഹം PDPയുടെ നേതാവാണ്. അദ്ദേഹത്തിന് പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ അബ്ദുൽ നാസർ മദനിയുടെ പ്രശസ്തിയുടെ പിൻവശത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ബഹുമാനപ്പെട്ട ശ്രീ MA ബേബി നിയമസഭാംഗമാണല്ലോ. കേരള നിയമസഭയുടെ മേശപ്പുറത്തുള്ള പ്രധാനപ്പെട്ട 2 അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. പൂന്തുറ കലാപത്തെക്കുറിച്ച് അന്വേഷിച്ചിട്ടുള്ള അരവിന്ദാക്ഷൻ കമ്മീഷൻ റിപ്പോർട്ട് ഒരാവർത്തി വായിച്ചാൽ അബ്ദുൽ നാസർ മദനിയുടെ പ്രശസ്തി എന്താണെന്നറിയാം. അരുൺകുമാർ സിൻഹ എന്ന് പറയുന്ന സീനിയർ ആയിട്ടുള്ള IAS ഉദ്യോഗസ്ഥൻ അദ്ദേഹം കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് സർക്കാരിന് മുമ്പിലുണ്ട്. ആ റിപ്പോർട്ട് അത് അദ്ദേഹം അനുഭവിക്കുന്ന നീതി നിഷേധത്തിന് ഒരു കാരണമാകരുത്, അല്ലെങ്കിൽ അതിന് അങ്ങനെ ആകരുത് എന്ന അഭിപ്രായം ഉണ്ടാകും. ശ്രീ MA ബേബി, ഞാൻ താങ്കളോട് നേരത്തെ ചോദിച്ചത് 9 വർഷം അദ്ദേഹം കുറ്റമൊന്നും ചെയ്യാതെ തന്നെ ജയിലിൽ കിടന്നോ? ഇപ്പോൾ 3-ാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു, 2ാം തവണ. ഈ തോതിലുള്ള ഇടപെടൽ മതിയോ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത്? ഒപ്പം തങ്ങൾ കൂടെ ചെയ്ത കുറ്റങ്ങൾ, തങ്ങൾ തന്നെ ചിലപ്പോൾ ചെയ്ത കുറ്റകരമായ മൗനം, അതാണ് ശരിയായ തോതിലുള്ള ശക്തമായ ഇടപെടൽ നടത്താൻ കഴിയാത്ത വിധത്തിൽ രാഷ്ട്രീയ പാർട്ടികളെ മാറ്റുന്നത് എന്ന് അഭിപ്രായപ്പെട്ടാൽ താങ്കൾ നിഷേധിക്കുമോ? ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയ പരിഗണനകൾക്കപ്പുറമായി മനുഷ്യാവകാശ പൗരാവകാശ പ്രശ്നം എന്ന നിലയിൽ ശ്രീ അബ്ദുൽ നാസർ മദനിയുടെ വിഷയവും, അതുപോലെ ദീർഘകാലമായി വിചാരണയുടെ പേരിലോ വിചാരണ നടത്തുന്നതിലുണ്ടാകുന്ന കാലതാമസത്തിന്റെ പേരിലോ ജയിലിൽ കിടന്ന് നരയിക്കേണ്ടി വരുന്ന ആയിരക്കണക്കിന് മനുഷ്യജീവികളും ഇന്ത്യൻ പൗരന്മാർ, അവരുടെ പ്രശ്നം പൊതുവിൽ എങ്ങനെ പരിഹരിക്കാൻ പറ്റും, എങ്ങനെ അതിവേഗ കോടതിയിൽ വിചാരണ നടത്തിക്കൊണ്ട് സമയബന്ധിതമായി 1 വർഷത്തിനുള്ളിൽ ഇതുപോലുള്ള കേസുകൾ തീരുമാനമെടുത്ത് അവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കാം, ആർക്കും അതിനകത്ത് തർക്കമില്ല. എന്നാൽ അവർ നിരപരാധികളാണെങ്കിൽ അവർ ജയിലിൽ കിടന്ന് നരയിക്കാൻ പാടില്ല. ഈ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കേന്ദ്ര ഗവൺമെന്റാണ് ആവശ്യമായ അതിവേഗ കോടതികൾ സ്ഥാപിക്കാനും വേഗം കേസുകൾ വിചാരണ നടത്തി തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതിനാൽ തീരുമാനം നീതിന്യായ സംവിധാനത്തിലൂടെ ഉണ്ടാക്കാനും മുൻകൈ എടുക്കേണ്ടത്. അതിൽ കേന്ദ്ര ഗവൺമെന്റ് വലിയ വീഴ്ചയും അമാന്തവുമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള ഗവൺമെന്റിനും ഇക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ, കർണാടക ഗവൺമെന്റിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയും. അതിനനുകൂലമായ